വികസിത ഭാരതത്തെക്കുറിച്ചും അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകളെക്കുറിച്ചും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഡോളറുമായി ഇന്ത്യയുടെ കറൻസി 90 മുകളിലെത്തിയിരിക്കുന്നു. വിദേശ കടം 205 ലക്ഷം കോടിയിലെത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇക്കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ നിന്നുള്ളൊരു വാർത്തയാണ്, ഒരു പിതാവ് തൻ്റെ കുഞ്ഞിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും നാട്ടിലെത്തിക്കാൻ യാതൊരു മാർഗവുമില്ല. ആ ജില്ലയിൽ തന്നെ ആകെ ഒരു ആംബുലൻസ് മാത്രമേ ഉള്ളൂ എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ഒടുവിൽ അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ തൻ്റെ മകൻ്റെ മൃതശരീരം